എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആയില്യം നക്ഷത്രം വരുന്നത് കർക്കിടകൻ രാശിയിലാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2 വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 12-ലും തുടർന്ന് ജന്മത്തിലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനിയെ സംബന്ധിച്ച് ശനി 9-ലും രാഹു 8-ലും കേതു 2-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ആയില്യം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ധനപരമായിട്ട് ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വർഷത്തിൻ്റെ തുടക്കത്തിലൊക്കെ അനുഭവപ്പെടും. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ അതൊക്കെ തരണം ചെയ്ത് സാമ്പത്തിക നില ഭദ്രമാക്കാൻ കഴിയുന്ന ഒരു കാലയളവാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു കാലയളവാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നത് നന്നല്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും ഈ സമയത്ത് അനുകൂലമായി ഭവിക്കുന്നതല്ല എന്ന് അറിയുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല വളരെയധികം സസൂക്ഷ്മ നിരീക്ഷണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന സമയമാണ്. ചില തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ഈ രംഗത്തുണ്ടാവാം. അപകീർത്തിയൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അസമയത്തുള്ള വാഹന യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യഥാസമയം വൈദ്യസഹായമൊക്കെ തേടേണ്ട സമയമാണ്. എങ്കിലും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഇടവിട്ട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടമൊക്കെ വന്നു ചേരും. പൂർവിക സ്വത്തുക്കൾ അധീനതയിൽ വന്നു ചേരാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. എങ്കിലും വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളൊക്കെ ഈ സമയത്ത് ശ്രദ്ധയോടെ ചെയ്യേണ്ടുന്ന കാലമാണ്. ഈ രാശിക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ചെറിയ തടസ്സങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.